ബെർലിനിലെ എൻ്റെ രണ്ടാം ദിവസത്തിൻ്റെ പ്രഭാതം. താമസിക്കുന്ന സ്കാൻഡിക് ബെർലിൻ ഹോട്ടലിലെ 8-ാം നിലയിലെ മുറിയിലിരുന്ന് ജാലകത്തിലൂടെ താഴേക്ക് നോക്കുമ്പോൾ മനോഹരമായ പ്രദേശങ്ങളാണ് കാഴ്ചയിൽ. കഴിഞ്ഞ 20 വർഷത്തിനിടയിൽ മാത്രം വികസിതമായ പ്രദേശങ്ങളാണ് ഇതെല്ലാം. ആ കാഴ്ച കണ്ടു നിൽക്കാൻ അധികം നേരമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുളിച്ചു റെഡിയായി പുറത്തേക്ക് നടന്നു. ചെക്കൗട്ട് ചെയ്ത് ബാഗ് കൗണ്ടറിൽ ഏൽപ്പിച്ചു. പുറത്തിറങ്ങുമ്പോൾ ശക്തമായ കാറ്റടിക്കുകയാണ്. തണുത്ത കാറ്റ്. പക്ഷേ വെയിൽ തെളിഞ്ഞിട്ടുണ്ട്. ഇന്നലത്തേതുപോലെ മൂടിക്കെട്ടിയ അന്തരീക്ഷമല്ല. നല്ല നീലാകാശമാണ് കാഴ്ച. നല്ല തണുപ്പുള്ളതുകൊണ്ട് കനത്ത കുപ്പായവും പുതപ്പുമെല്ലാമായാണ് ആളുകൾ പുറത്തിറങ്ങുന്നത്. കനമുള്ള ജാക്കറ്റ് അണിഞ്ഞാണ് ഞാനും ഇറങ്ങിയിരിക്കുന്നത്. വെയിൽ ഉണ്ടെങ്കിലും കാറ്റുള്ള ദിവസം നല്ല തണുപ്പായിരിക്കും. ഇന്ന് കുറേ കാഴ്ചകളിലേക്ക് പോകാനുണ്ട്. ബെർലിന്റെ ഭൂമിശാസ്ത്രം ഇതിനകം ഏതാണ്ട് മനസ്സിലാക്കി കഴിഞ്ഞു. കഴിഞ്ഞ 10-15 വർഷങ്ങൾക്കിടയിൽ പണി പൂർത്തിയായ കെട്ടിടങ്ങൾ. യുദ്ധത്തിന് ശേഷമുള്ള ബെർലിൻ ഇപ്പോഴും പുനർനിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. യുദ്ധം കഴിഞ്ഞിട്ട് 7 പതിറ്റാണ്ടായെങ്കിലും അതിനിടയിലെ 30 വർഷക്കാലം ബെർലിനെ സംബന്ധിച്ചിടത്തോളം സ്തംഭനാവസ്ഥയിലായിരുന്നു. ജർമ്മനി രണ്ടായി വിഭജിക്കപ്പെട്ടിരുന്ന അക്കാലത്ത് കിഴക്കൻ ജർമ്മനിയുടെ ഭാഗമായിരുന്ന നഗരം ഏതാണ്ട് അവികസിതാവസ്ഥയിൽ കിടക്കുകയായിരുന്നു. പോട്സ്ഡാമർ പ്ലാറ്റ്സിലേക്കാണ് നടന്നെത്തിയിരിക്കുന്നത്. ടൂറിസ്റ്റുകളുടെ സംഘങ്ങൾ പലയിടത്തേക്കും പുറപ്പെടാനായി എത്തുന്ന പോട്സ്ഡാമർ പ്ലാറ്റ്സ്. ഒരു ഭാഗത്ത് പഴയ ബെർലിൻ മതിലിന്റെ അടയാളം നീണ്ടുപോകുന്നു. ബെർലിൻ മതിലിന്റെ സ്മാരകം, ഗെസ്റ്റപ്പോയുടെ ആസ്ഥാനമുണ്ടായിരുന്ന ഇടം തുടങ്ങിയ ചരിത്രസ്ഥലങ്ങൾ കാണുന്നതിനു വേണ്ടിയാണ് ഇന്ന് ഞാൻ പോകുന്നത്. ഇടതുവശത്ത് ഒരു കെട്ടിടം കാണാം. ബെർലിൻ ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സ് ആണത്. രാവിലെ തന്നെ ധാരാളം ടൂറിസ്റ്റുകൾ ഈ ഭാഗത്ത് വന്നിറങ്ങുന്നു. ചരിത്രത്തിന്റെ ശേഷിപ്പുകൾ കാണാനായി വരുന്നവരാണ്. അവർ അങ്ങിങ്ങ് കൂടി നിൽക്കുന്നു. ഇതാണ് ബെർലിൻ ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സ്. ബെർലിൻ സ്റ്റേറ്റിന്റെ പാർലമെന്റ് മന്ദിരമാണ്. 1898 ഇത് പ്രഷ്യയുടെ ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സ് ആയിരുന്നു. നാസി ഭരണകാലത്ത് ഇതൊരു കോടതി മന്ദിരമാക്കി മാറ്റി. ലോകമഹായുദ്ധത്തിൽ വലിയ തകർച്ച നേരിട്ട കെട്ടിടം ജർമ്മനി വിഭജിക്കപ്പെട്ടപ്പോൾ കിഴക്കൻ ജർമ്മനിയുടെ അതിർത്തിക്കകത്തായി. ബെർലിൻ മതിൽ തകർന്ന ദിനങ്ങളിൽ ജനങ്ങൾ ഈ കെട്ടിടത്തിന്റെ മുകളിലും മറ്റും കയറി നിന്ന് ആഹ്ലാദം പ്രകടിപ്പിക്കുന്നത് പത്രങ്ങളിലൂടെയും ടെലിവിഷനിലൂടെയും ലോകം മുഴുവൻ കണ്ടിരുന്നു. നാസി ഭരണകാലത്ത് ഹിറ്റ്ലറുടെ വിശ്വസ്തനായിരുന്ന ഹെർമൻ ഗോറിങ്ങിന്റെ നേതൃത്വത്തിൽ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുടെ ഒരു ക്ലബ്ബും ഇന്നത്തെ ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സ് കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്നു. ആ കെട്ടിടത്തിന്റെ നേരെ എതിർവശത്ത് മറ്റൊരു ചരിത്ര മന്ദിരമുണ്ട്. ഗ്രോപ്പിയസ് ബാവു എന്നാണ് ഇതറിയപ്പെടുന്നത്. ബെർലിനിലെ തന്നെ ഏറ്റവും പ്രമുഖമായ ഒരു എക്സിബിഷൻ ഹാളാണിത്. 1877 മുതലുള്ള 4 വർഷം കൊണ്ട് പൂർത്തിയായതാണ് ഇത്. അക്കാലത്ത് ബെർലിനിലെ ഏറ്റവും മനോഹരമായ കെട്ടിടങ്ങളിലൊന്നായിരുന്നു ഗ്രോപ്പിയസ് ബാവു. 2-ാം ലോകമഹായുദ്ധത്തിലെ ബോംബ് വർഷത്തിൽ 1945 വലിയ കേടുപാടുകളാണ് ഈ കെട്ടിടത്തിന് സംഭവിച്ചത്. വർഷങ്ങൾ നീണ്ട പുനർനിർമ്മാണത്തിന് ശേഷം 1981 ഇത് വീണ്ടും തുറന്നത്. ഇത്തരത്തിലുള്ള ഗംഭീര മന്ദിരങ്ങളായിരുന്നു പോട്സ്ഡാമർ പ്ലാറ്റ്സ് എന്ന നേരത്തെ കണ്ട ചത്തുരത്തിനു ചുറ്റുമുണ്ടായിരുന്നത്. യുദ്ധത്തിൽ അതെല്ലാം തകർന്നപ്പോൾ പുതിയ രീതിയിൽ പുനർനിർമ്മിക്കുകയായിരുന്നു. ഈ വിധം അപൂർവം കെട്ടിടങ്ങൾ മാത്രമേ പഴയ സൗന്ദര്യത്തോടെ പുനർനിർമ്മിച്ചിട്ടുള്ളൂ. ഞാൻ ഗ്രോപ്പിയസ് ബാവു കെട്ടിടത്തിനകത്തേക്ക് കയറിച്ചെന്നു. അകത്തേക്ക് പ്രവേശിക്കാമോ എന്ന് ആരോടും ചോദിച്ചതൊന്നുമില്ല. നേരെ ഇങ്ങ് കയറി പോരുകയായിരുന്നു. ഗംഭീരമായൊരു എക്സിബിഷൻ ഹാളാണിത്. ശില്പങ്ങൾ, പെയിന്റിങ്ങുകൾ, ഫോട്ടോകൾ എന്നിങ്ങനെയുള്ളവയുടെ പ്രദർശനം പതിവായി നടക്കുന്ന ഹാൾ. ലോകത്തെ അതിപ്രശസ്തരായ കലാകാരന്മാരുടെ സൃഷ്ടികളാണ് പ്രദർശനത്തിനെത്തുക. അത് ഇവിടെ നിന്ന് വാങ്ങാനും അവസരമുണ്ടാകും. എത്ര മനോഹാരിതയുള്ള കെട്ടിടമാണെന്ന് കാണുക.
ഈ വിധം സുന്ദരമായ കെട്ടിടങ്ങൾ തന്നെയായിരുന്നു 1940-കൾക്ക് മുൻപ് ബെർലിനിൽ ഉണ്ടായിരുന്നത്. അവയിൽ പലതിൻ്റെയും ചിത്രങ്ങൾ മാത്രമേ ഇന്ന് അവശേഷിക്കുന്നുള്ളൂ. ഈ കെട്ടിടത്തിന്റെ ഉടമയായിരുന്ന മാർട്ടിൻ ഗ്രോപ്പിയസ് തന്നെ വളരെ പ്രശസ്തനായ ഒരു വാസ്തുശില്പിയായിരുന്നു. അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിലാണ് ഇതിന്റെ നിർമ്മാണം തുടങ്ങിയത്. പക്ഷേ പണികൾ പൂർത്തിയാവുന്നതിന് 1 വർഷം മുൻപ് ഗ്രോപ്പിയസ് മരിച്ചു. അതിന്റെ തൂണുകൾ പോലും ഓരോ ശില്പങ്ങളാണ്. ഏറ്റവും കലാപരമായി തന്നെയാണ് അവ നിർമ്മിച്ചിരുന്നത്. ഇതായിരുന്നു മുൻപ് ബെർലിനിലെ മിക്ക കെട്ടിടങ്ങളുടെയും രീതി. നേരെ എതിർവശത്ത് ബെർലിൻ ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സ്. ഞാൻ പക്ഷേ അവിടേക്കല്ല പോകുന്നത്. ഇവിടെ അടുത്ത് ബെർലിൻ വാൾ മോണിമെന്റ് എന്നൊരു സ്മാരകമുണ്ട്. ബെർലിന്റെ വിഭജനത്തെയും അതേ തുടർന്ന് ഈ നഗരത്തിലുണ്ടായ മരണങ്ങളെയും അനുസ്മരിപ്പിക്കുന്ന മോണിമെന്റാണത്. ഇതാണ് ബെർലിൻ വാൾ മോണിമെന്റ്. പഴയ ബെർലിൻ മതിലിന്റെ അവശേഷിച്ച ഭാഗം സംരക്ഷിച്ച് നിലനിർത്തിയിരിക്കുകയാണ്. 30 വർഷത്തോളം ഒരു നഗരത്തെ രണ്ടായി വിഭജിച്ചു കളഞ്ഞ മതിലാണ്. ഇന്നതിൻ്റെ ഈ ഭാഗത്തെ വേലികെട്ടി സംരക്ഷിച്ചു നിർത്തിയിരിക്കുന്നു. ഞാനിപ്പോൾ പഴയ കിഴക്കൻ ജർമ്മനിയിലേക്ക് കടന്നു. വീണ്ടും പടിഞ്ഞാറൻ ജർമ്മനിയിലേക്ക് നടക്കുന്നു. പണ്ട് ഇങ്ങനെ ഈ മതിലിന്റെ ഇരുഭാഗത്തേക്കും കടക്കാൻ ആളുകൾ അതിയായി ആഗ്രഹിച്ചിരുന്നു. നഗരവും മനസ്സുകളും വിഭജിച്ചുകൊണ്ട് ഒരു മതിൽ ഇതിലെ കടന്നുപോയിരുന്നു എന്ന് ഇന്നത്തെ തലമുറയ്ക്ക് പറഞ്ഞുകൊടുക്കുകയാണ് ഈ സ്മാരകവും അതിനു ചുറ്റുമുള്ള കാഴ്ചകളും. മതിലിനപ്പുറമുള്ള പടിഞ്ഞാറൻ ജർമ്മനിയിൽ സുഖസൗകര്യങ്ങളോട് കൂടിയ ജീവിതവും സ്വാതന്ത്ര്യവും അന്നുണ്ടായിരുന്നു. കിഴക്കൻ ജർമ്മനിയാകട്ടെ ദാരിദ്ര്യത്തിലും ഭരണക്കാരുടെ അതിയായ നിയന്ത്രണങ്ങളിലുമായിരുന്നു. ഒരു അർദ്ധരാത്രിയിൽ നഗരം ഉറങ്ങിക്കിടക്കുമ്പോഴാണ് ഇവിടെ ഈ മതിൽ ഉയരുന്നത്. 1961 ഓഗസ്റ്റ് 12 രാത്രിയായിരുന്നു അത്. കമ്മ്യൂണിസ്റ്റ് ഭരണത്തിലായിരുന്ന കിഴക്കൻ ജർമ്മനിയുടെ കടുംപിടുത്തമാണ് ഇത്തരമൊരു മതിൽ ഇവിടെ ഉയരാൻ കാരണമായത്. മനുഷ്യൻ ഓരോ കാലഘട്ടത്തിലും എന്തെല്ലാം കോമാളിത്തരങ്ങളാണ് ചെയ്യുന്നതെന്നാണ് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ചിന്തിക്കുന്നത്. ഒരാൾ വംശവെറി പൂണ്ട് 60 ലക്ഷം ആളുകളെ കൊന്നൊടുക്കുന്നു. അയാൾ ചരിത്രത്തിൽ ഇന്നൊരു കോമാളിയാണ്. അതിനുശേഷം വന്ന ഭരണാധികാരികൾ ഒരു രാജ്യത്തിന്റെ തലസ്ഥാന നഗരത്തെ തന്നെ വിഭജിച്ച് മതിൽ കെട്ടിത്തിരിച്ചു. അക്കാലത്ത് പടിഞ്ഞാറൻ ജർമ്മനിയിലെ ആളുകൾ മതിലിൽ എഴുതി വെച്ചതാണ് ഇതെല്ലാം. എന്തിനു വേണ്ടിയാണ് മതിൽ എന്ന ചോദ്യം എഴുത്തിലുണ്ട്. പെട്ടെന്നുണ്ടാക്കിയതുകൊണ്ടാവാം കാലാന്തരത്തിൽ മതിൽ നശിച്ചു തുടങ്ങിയിരുന്നു. സിമന്റ് അടർന്ന് കമ്പികൾ തെളിഞ്ഞു കാണാം. ആ മതിൽ ബെർലിൻ നഗരത്തെ പൂർണ്ണമായും രണ്ടാക്കിക്കളഞ്ഞു. 155 കിലോമീറ്റർ നീളമുള്ള ഒറ്റ മതിൽ. അതിൽ 116 നിരീക്ഷണ ഗോപുരങ്ങൾ. ഗോപുരങ്ങളിൽ സദാനേരവും തോക്കേന്തിയ ഭടന്മാർ. പല ഭാഗത്തായി 20ഓളം ബങ്കറുകൾ. മതിൽ കടക്കാൻ ശ്രമിക്കവേ കിഴക്കൻ ജർമ്മനിക്കാർ വെടിയേറ്റു വീണു. ഇവിടെ മതിലിനോട് ചേർന്ന ഭാഗത്ത് ഒരു ഷെൽട്ടറിനുള്ളിൽ കുറെ കെട്ടിടങ്ങളുടെ അവശേഷിപ്പുകൾ കാണാം. അത് മറ്റൊരു ചരിത്രവിഡ്ഢിത്തത്തിന്റെ സ്മാരകമാണ്. ഗെസ്റ്റപ്പോ എന്ന ഹിറ്റ്ലറുടെ രഹസ്യ പോലീസിന്റെ ആസ്ഥാനമായിരുന്നു ഇവിടം. 2ാം ലോകമഹായുദ്ധകാലത്തെ ബോംബിങ്ങിൽ അത് ഭാഗികമായി തകർന്നിരുന്നു. യുദ്ധത്തിൽ ബെർലിൻ പിടിച്ചെടുത്ത സോവിയറ്റ് പടയാകട്ടെ കെട്ടിടത്തിന്റെ ശേഷിച്ച ഭാഗങ്ങളും ഇടിച്ചു നിരത്തി. അതിന്റെ അവശേഷിക്കുന്ന ഭാഗങ്ങളാണ് ഇപ്പോൾ ആ ക്രൂരതയുടെ ഓർമ്മയ്ക്കെന്നോണം നിലനിർത്തിയിരിക്കുന്നത്. കെട്ടിടത്തിന്റെ ബേസ്മെന്റാണ് ഇപ്പോൾ അവശേഷിക്കുന്ന ഭാഗം. നാസി ഭരണകാലത്ത് ഈ ബേസ്മെന്റിലെ അറകളിൽ എത്രയോ നിരപരാധികളുടെ ദീനരോദനം പുറം ലോകത്തെത്താതെ ഒടുങ്ങിയിരുന്നു. അതിക്രൂരമായ പീഡനമുറകൾ നടന്നിരുന്ന സ്ഥലമായിരുന്നു ഗെസ്റ്റപ്പോയുടെ ആസ്ഥാനം. നാസികൾക്കെതിരെന്ന് സംശയിക്കപ്പെടുന്ന ഓരോരുത്തരെയും പിടിച്ചുകൊണ്ടുവന്ന് മനുഷ്യത്വരഹിതമായ പീഡനമുറകൾ നടപ്പാക്കിയ ഇടം.
കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ നടന്നിരുന്നത് കൂട്ടക്കൊലയാണ്. ഇവിടെയാകട്ടെ പിടിയിലാകുന്ന ഓരോരുത്തരിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി പൈശാചികമായ പീഡനമുറകൾ നടപ്പാക്കിക്കൊണ്ടിരുന്നു. നാസി ജർമ്മനിയിലെ രഹസ്യ പോലീസായിരുന്നു ഗെസ്റ്റപ്പോ. 1933 ഹെർമൻ ഗോറിംഗ് ആണ് അത് രൂപീകരിച്ചത്. ഹിറ്റ്ലർക്കും നാസി പാർട്ടിക്കുമെതിരെ നടക്കുന്ന ഗൂഢാലോചനകൾ കണ്ടെത്തുകയും പ്രത്യേക കേസുകൾ അന്വേഷിക്കുകയുമായിരുന്നു അവരുടെ ജോലി. സംഗതി നിസാരമെന്ന് തോന്നുമെങ്കിലും ഗെസ്റ്റപ്പോയുടെ പ്രവർത്തനം അതിക്രൂരമായിരുന്നു. തങ്ങൾക്ക് സംശയമുള്ളവരെയും ഇഷ്ടക്കേടുള്ളവരെയുമെല്ലാം ഗെസ്റ്റപ്പോ ഉദ്യോഗസ്ഥർ പിടികൂടി ഈ താവളത്തിലെത്തിച്ചു. ഗെസ്റ്റപ്പോ കാര്യാലയത്തിൽ ഇത്തരമൊരു നിലവറയും പീഡന കേന്ദ്രവും ഉണ്ടെന്ന കാര്യം പുറമേ നിന്നുള്ള ആർക്കും അറിയില്ലായിരുന്നു. നാസികളുടെ വിഡ്ഢിസേനയായിരുന്ന ഗെസ്റ്റപ്പോയുടെ ആസ്ഥാനവും പിന്നീട് വന്ന കിഴക്കൻ ജർമ്മനിയുടെ ഭരണാധികാരികളുടെ വിഡ്ഢിത്തമായ ബെർലിൻ മതിലും ഒറ്റ ഫ്രെയിമിൽ ലഭിക്കുന്നു എന്നതാണ് എനിക്കിവിടെ ഏറ്റവും കൗതുകകരമായി തോന്നുന്നത്. ഹിറ്റ്ലറുടെ കാലത്ത് സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളുടെയെല്ലാം ഹെഡ് ഓഫീസ് നിലനിന്നിരുന്നത് ഇവിടെയായിരുന്നു. അതിൻ്റെ എല്ലാം ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയാണ് ഇപ്പോൾ മ്യൂസിയം സജ്ജമാക്കിയിരിക്കുന്നത്. മൊറോക്കോ, നോർത്ത് മാസിഡോണിയ, കസാഖിസ്ഥാൻ, സാംബിയ, സിംബാബ്വെ. സഞ്ചാരം പെൻഡ്രൈവ് വോളിയം നമ്പർ 21. അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. ഇതെല്ലാം ഇപ്പോൾ ഒരു മ്യൂസിയത്തിന്റെ ഭാഗമാണ്. ടോപ്പോഗ്രാഫി ഓഫ് ടെറർ എന്നാണ് ആ മ്യൂസിയത്തിന്റെ വിശേഷണം. ഭീകരതയുടെ സ്ഥലചിത്രം. ഗെസ്റ്റപ്പോയുടെ ആസ്ഥാനം നിന്നയിടമാണ് ഇടതുഭാഗത്ത് കാണുന്നത്. ഗെസ്റ്റപ്പോ നടത്തിയ ക്രൂരമായ പ്രവൃത്തികളെക്കുറിച്ച് വിവരിക്കുന്ന മ്യൂസിയം ഇപ്പോൾ അതിനകത്താണ്. ചിത്രങ്ങളും വിവരണങ്ങളും മറ്റുമാണ് കൂടുതലായി ഉണ്ടാവുക. ഒരു കാലത്ത് വംശസ്നേഹമെന്നും ദേശസ്നേഹമെന്നും കരുതി ഒരു കൂട്ടം ആളുകൾ ചെയ്തു കൂട്ടിയത് പിന്നീട് അതേ നാട്ടുകാരായ ആളുകൾ ഭീകരതയുടെ പ്രകടനമായി വിലയിരുത്തി ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കുന്നു. അന്ന് ജർമ്മൻ ദേശീയതയ്ക്ക് വേണ്ടി വാദിച്ചവരെല്ലാം ഇന്ന് പരിഹാസപാത്രങ്ങളായി മാറിയിരിക്കുന്നതാണ് കാഴ്ച. ഈ മ്യൂസിയം ഒരുക്കിയിരിക്കുന്ന ജർമ്മൻകാരുടെ മുൻഗാമികൾ തന്നെയാണ് ഇവിടുത്തെ പരിഹാസപാത്രങ്ങൾ. അവരുടെ പ്രത്യയശാസ്ത്രത്തെയും പ്രവർത്തന രീതികളെയുമെല്ലാം ഇന്നത്തെ ജനത തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഒരു കാലഘട്ടത്തിൽ അമിത വംശീയതയും അമിത ദേശസ്നേഹവുമൊക്കെ പറയുന്നവർക്ക് കാലാന്തരത്തിൽ നേരിടേണ്ടി വരുന്ന വിധി ഇതുതന്നെയായിരിക്കും. ലോകത്തെല്ലായിടത്തും എല്ലാറ്റിനും അതീതമായി അവശേഷിക്കുന്നത് മനുഷ്യത്വം മാത്രമാണ്. മനുഷ്യത്വമില്ലാത്ത ഏതൊരു പ്രത്യയശാസ്ത്രവും തകർന്നടിഞ്ഞ് ചരിത്രത്തിന്റെ കുപ്പത്തൊട്ടിയിൽ ചെന്ന് പതിക്കുന്നതാണ് കാണുന്നത്. ഹിറ്റ്ലറുടെ അനുയായികളായ നാസികളും മുസോളിനിയുടെ ഫാസിസ്റ്റ് ചിന്താഗതിക്കാരും കംബോഡിയയിലെ ഖമർ റൂഷുമെല്ലാം ഇന്ന് ഏതു വിധത്തിലാണ് ജനങ്ങളുടെ മനസ്സിൽ കുടിയേറിയിരിക്കുന്നതെന്ന് ചിന്തിക്കുക. നാസിസം വളർന്നതിൻ്റെയും അവരുടെ ഉപജാപങ്ങളുടെയും അവർ നടത്തിയ ക്രൂരതകളുടെയും വിവരണം തന്നെയാണ് ഈ എക്സിബിഷൻ ഹാളിലുള്ളത്. അതെല്ലാം വായിച്ചു മനസ്സിലാക്കാൻ ഓരോ ദിവസവും നൂറുകണക്കിന് ആളുകൾ ഈ മ്യൂസിയത്തിലെത്തുന്നു. ജർമ്മനിയുടെ പുതിയ തലമുറയും തങ്ങളുടെ നാട് കടന്നുപോയ ഭീകരതയുടെ ആ ദിനങ്ങളെക്കുറിച്ചറിയാൻ ഇവിടെ എത്തുന്നുണ്ട്. പെർമനന്റ് എക്സിബിഷനും ടെമ്പററി എക്സിബിഷനും നടക്കുന്നുണ്ട് ടോപ്പോഗ്രാഫി ഓഫ് ടെറർ മ്യൂസിയത്തിൽ. പെർമനന്റ് എക്സിബിഷൻ നേരത്തെ കണ്ട ബേസ്മെന്റും മറ്റുമാണ്. ഈ ഹാളിലാകട്ടെ പ്രദർശനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കും. ഞാൻ അവിടെ നിന്നും പുറത്തേക്കിറങ്ങി. മുന്നിൽ ബെർലിൻ വാളിന്റെ ശേഷിപ്പ്. തൊട്ടപ്പുറം വലിയൊരു കെട്ടിടം കാണാം. ഇത് ഹിറ്റ്ലറുടെ കാലത്തെ ഒരു പ്രധാന മിനിസ്ട്രി ആയിരുന്നു. ഇപ്പോൾ ജർമ്മനിയുടെ ധനകാര്യ മന്ത്രാലയം പ്രവർത്തിക്കുന്നത് ഈ കൂറ്റൻ കെട്ടിടത്തിലാണ്. ഹിറ്റ്ലറുടെ കാലത്തെ അവശേഷിക്കുന്ന വലിയ ഗവൺമെന്റ് ബിൽഡിങ്ങുകളിൽ ഒന്ന് ഇത് മാത്രമാണ്. മറ്റുള്ളതെല്ലാം യുദ്ധത്തിൽ തകർന്നു പോയിരുന്നു. നാസി കാലത്ത് വ്യോമഗതാഗതത്തിന്റെയും വ്യോമസേനയുടെയും മന്ത്രാലയങ്ങളുടെ ആസ്ഥാനമായിരുന്നു അത്.
അത്തരത്തിലുള്ള വമ്പൻ കെട്ടിടങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത് മുഴുവൻ. അതെല്ലാം 1930കളിൽ പണിതതാണ്. ഞാൻ ഇപ്പോൾ നടക്കുന്നയിടത്തും അതുപോലൊരു കെട്ടിടമാണ് ഉണ്ടായിരുന്നത്. ഗെസ്റ്റപ്പോയുടെ ആസ്ഥാനം. ആഭ്യന്തര മന്ത്രാലയവും ഈ ഭാഗത്തായിരുന്നു. പക്ഷേ കല്ലിന്മേൽ കല്ല് ശേഷിക്കാത്ത വിധം അതൊക്കെ തകർന്നടിഞ്ഞു പോയിരിക്കുന്നു. വലിയൊരു മൈതാനമായി അവിടെ മാറിക്കഴിഞ്ഞു. ഇവിടെയൊക്കെ വലിയ കെട്ടിടങ്ങളാണ് ഉണ്ടായിരുന്നത്. ഞാൻ ആ കാഴ്ചകളെല്ലാം ഒന്നൊഴിയാതെ ക്യാമറയിൽ പകർത്തിയെടുത്തു. അവിടെ നിന്നും നടന്ന് ഞാൻ പഴയ സിവിൽ ഏവിയേഷൻ മന്ത്രാലയത്തിന്റെ മുൻഭാഗത്തേക്കെത്തി. നാസി കാലത്ത് നിർമ്മിച്ച ഭരണവുമായി ബന്ധപ്പെട്ട കെട്ടിടങ്ങൾക്കെല്ലാം ഇതേ രൂപമായിരുന്നു. വിൽഹെം സ്ട്രാസെ എന്ന പാതയാണ് കെട്ടിടത്തിന് മുന്നിലൂടെ കടന്നു പോകുന്നത്. വിൽഹെം സ്ട്രാസയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ തെരുവിന്റെ ഇരുവശത്തുമായിട്ടായിരുന്നു ഹിറ്റ്ലറുടെ ചാൻസലറിയും നാസി ഭരണവുമായി ബന്ധപ്പെട്ട ഓഫീസുകളും മന്ത്രാലയങ്ങളും രഹസ്യ പോലീസിന്റെ കേന്ദ്രവുമെല്ലാം. ഗവൺമെന്റ് ക്വാർട്ടേഴ്സ് എന്നാണ് അതെല്ലാം പൊതുവെ അറിയപ്പെട്ടിരുന്നത്. അതിബൃഹത്തായ ഒരു കെട്ടിട സമുച്ചയമായിരുന്നു അത്. അതിൽ ഈ കെട്ടിടമൊഴികെ ബാക്കിയെല്ലാം തന്നെ ബോംബിങ്ങിൽ തകർന്നു പോയതാണ്. പിന്നീട് വന്ന ഗവൺമെന്റ് പണിത മതിൽ ഇതുവഴിയും നീണ്ടുപോയിരുന്നു. മതിൽ നിന്നിരുന്നിടത്തെ അടയാളമാണിത്. ഞാൻ ആ മതിലിന്റെ ഓരം ചേർന്ന് നടത്തം തുടർന്നു. കുറച്ചുകൂടി മുന്നോട്ട് ചെന്നാൽ ഇവിടെ 1-2 സ്മാരകങ്ങൾ കൂടിയുണ്ട്. പഴയ ചെക്ക് പോയിന്റുകളാണത്. പണ്ട് കിഴക്കൻ ജർമ്മനിയിലേക്കും പടിഞ്ഞാറൻ ജർമ്മനിയിലേക്കും കടക്കുമ്പോഴുള്ള പരിശോധനാ കേന്ദ്രങ്ങൾ. കർക്കശമായ പരിശോധനകളായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. ചെക്ക് പോയിന്റ് ചാർലി എന്ന വളരെ പ്രശസ്തമായ ഒരു പരിശോധനാ കേന്ദ്രമുണ്ട്. അത് കാണാനാണ് പോകുന്നത്. പഴയ പടിഞ്ഞാറൻ ജർമ്മനിയുടെ ഭാഗത്തുകൂടിയാണ് എൻ്റെ നടത്തം. ബെർലിൻ മതിൽ ഉണ്ടായിരുന്ന കാലത്തും ഈ കടകളുണ്ട്. ഇടതുവശത്ത് കാണുന്നതെല്ലാം ടൂറിസത്തിനു വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ഭാഗങ്ങളാണ്. ഒരു മ്യൂസിയം പോലെ അത് സെറ്റ് ചെയ്തിരിക്കുന്നു. ഹിറ്റ്ലറും തുടർന്ന് ശീതയുദ്ധകാലത്തെ ഭരണാധികാരികളും നടത്തിയ മണ്ടത്തരങ്ങളുടെയും കടുംപിടുത്തങ്ങളുടെയും എല്ലാം ചിത്രങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഇന്നത്തെ തലമുറയ്ക്ക് കണ്ടുചിരിക്കാനുള്ള വിഡ്ഢിത്തം മാത്രമായി അതെല്ലാം മാറിക്കഴിഞ്ഞുവെന്ന് ചരിത്രമറിയുന്ന എല്ലാവർക്കും അറിയാം. ജർമ്മനിയാകട്ടെ അത് കൃത്യമായി പ്രദർശിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ. ടൂറിസ്റ്റുകളെ ആകർഷിക്കുകയാണിവർ. അങ്ങനെ പോയ കാലത്തിന്റെ ദുരന്തങ്ങളും ദുരിതങ്ങളും ഇന്ന് ഈ നാടിന് വരുമാനമാർഗം കൂടിയാവുന്നു. നടന്ന് ഒരിടത്തെത്തുമ്പോൾ ഇവിടെ ചെക്ക് പോയിന്റ് ചാർലിയുടെ ബോർഡ് കാണാം. ധാരാളം ആളുകൾ ടിക്കറ്റ് വെച്ച് പല ഷോകൾ നടത്തുന്നു. സ്മരണികകൾ വിൽക്കുന്നു. പഴയ ബെർലിൻ മതിലിനെയൊക്കെ വെറുമൊരു തമാശയായാണ് ഇന്നത്തെ തലമുറ കാണുന്നത്. ഒരു ഭരണകൂടം ബുദ്ധിപൂർവം എന്ന് കരുതി നിർമ്മിച്ചതാണ് ബെർലിൻ മതിൽ. പക്ഷേ പിന്നീട് വന്ന തലമുറകൾ ആ മതിൽ പണിതവരെ പരിഹസിക്കുകയാണെന്ന് അവർ അറിയുന്നില്ല. മതിൽ ഉണ്ടായിരുന്നപ്പോൾ അത് പൊളിക്കുന്ന രീതിയും മറ്റും ഇവിടെ ഫോട്ടോ എടുത്തു വച്ചിട്ടുണ്ട്. പട്ടാളക്കാരുടെ ശ്രദ്ധയിൽപ്പെടാത്ത ഭാഗങ്ങളിൽ കിഴക്കൻ ജർമ്മനിയിലെ ആളുകൾ ചെറിയ പൊത്തുകൾ ഉണ്ടാക്കി പടിഞ്ഞാറൻ ജർമ്മനിയിലേക്ക് കടന്നിരുന്നു. ആ സാഹസികതയുടെ വിസ്മയങ്ങൾ കൂടിയാണ് ഇവിടെ ആളുകൾ കാണുന്നത്. ഇവിടെയും മതിലിന്റെ ചില ഭാഗങ്ങൾ കൊണ്ടുവന്ന് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. മതിൽ പല രൂപത്തിൽ പണിതിരിക്കുന്നു. ചിലയിടത്ത് തൊഴിലാളികളെ കൊണ്ട് അവിടെ വച്ച് തന്നെ കോൺക്രീറ്റ് ചെയ്തുണ്ടാക്കി. മറ്റു ചിലയിടത്ത് ഫാക്ടറികളിൽ നിർമ്മിച്ച ഇത്തരം സ്ലാബുകൾ കൊണ്ടുവന്ന് കൂട്ടിയോജിപ്പിച്ചു. മതിലിൽ ആളുകൾ പിടിച്ചു കയറി തുടങ്ങിയപ്പോഴാണ് മുകളിൽ ഉരുണ്ട ഒരു ഭാഗം കൂടി ഘടിപ്പിച്ചത്. അതോടെ അള്ളിപ്പിടിച്ചു കയറൽ എളുപ്പമല്ലാതെയായി. ഇതിനകത്തൊക്കെ പല എക്സിബിഷൻ നടക്കുകയാണ്. ചെക്ക് പോയിന്റ് ആയിരുന്ന കാലത്തെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ചുള്ള പ്രദർശനങ്ങൾ. സുവനീർ കടകളുമുണ്ട്. മതിലുണ്ടായിരുന്ന കാലത്തെ ഫോട്ടോകൾ, മതിലിന്റെ ചെറിയ കഷ്ണങ്ങൾ തുടങ്ങിയവയൊക്കെ ഇവിടെ നിന്നും വാങ്ങാം. ടൂറിസ്റ്റുകൾ കൂടുതലായും വാങ്ങുന്നത് ബെർലിൻ മതിലിന്റെ കഷ്ണങ്ങളാണ്. ഒരു ചരിത്ര സ്മരണിക തന്നെയാണല്ലോ അത്. കുറച്ചുനേരം ചുറ്റി നടന്ന ശേഷം ഞാൻ അവിടെ നിന്നും പുറത്തേക്കിറങ്ങി. പല പല ടൂറുകൾ സംഘടിപ്പിക്കുന്നുണ്ട് ഇവിടെ. ഡബിൾ ഡെക്കർ ബസ്സിലെ സിറ്റി ടൂർ അതിലൊന്നാണ്.
ബെർലിൻ വാൾ, സീറ്റ് ഹിയർ എന്ന ബോർഡ് വെച്ച ഒരു മ്യൂസിയം. ഇങ്ങനെ പലതരം ടൂറിസ്റ്റ് ആകർഷണങ്ങൾ. പഴയ രാഷ്ട്രീയ കാർക്കശ്യങ്ങളും നിലപാടുകളും പ്രവൃത്തികളും ഇന്നത്തെ ടൂറിസം ഐക്കണായി മാറിയിരിക്കുന്നു. അതാണ് ശരിക്കും ഒരു തമാശ. ചരിത്രം ആളുകളെ കോമാളികളാക്കുന്നത് ഇങ്ങനെയാണ്. ആ കഥകൾ ഓർത്തുകൊണ്ട് ഇനി കോമാളികൾ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബെർലിന്റെ പുതിയ കാല കാഴ്ചകളുള്ള തെരുവുകളിലൂടെ ഞാൻ സഞ്ചാരം തുടർന്നു.